സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് വീണ്ടും ഒരു തിരിച്ചടി. വെറും 3 ആഴ്ചയ്ക്കിടെ പവന് ഏകദേശം 14,000 രൂപയുടെ വർധനയാണ് രേഖപ്പെടുത്തിയത്. സ്വർണമെന്ന് പറയുന്നത് 27 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പ്രതിമാസ കുതിപ്പിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ജൂണിലെ വിലയിടിവിനും ജൂലൈയിലെ ചാഞ്ചാട്ടത്തിനും ശേഷം ഓഗസ്റ്റിൽ സ്വർണം അതിശക്തമായ ഒരു തിരിച്ചുവരവാണ് നടത്തുന്നത്. ഓഗസ്റ്റ് 1-ന് 1,05,760 രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിൻ്റെ വില. എന്നാൽ പിന്നീട് 20 ദിവസം പിന്നിട്ടപ്പോൾ പവൻ വില 1,19,000 കടന്നിരിക്കുന്നു. അന്താരാഷ്ട്ര വിപണിയിലെ സംഭവവികാസങ്ങൾ തന്നെയാണ് സ്വർണത്തിൻ്റെ ഈ കുതിപ്പിന് പിന്നിൽ. ഡോളറിന്റെ മൂല്യത്തകർച്ചയും അമേരിക്കയുടെ വർദ്ധിച്ചു വരുന്ന കടബാധ്യതകളെക്കുറിച്ചുള്ള ആശങ്കകളും നിക്ഷേപകരെ സംബന്ധിച്ച് സ്വർണം പോലുള്ള സുരക്ഷിത നിക്ഷേപങ്ങളിലേക്ക് വഴിതിരിക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണ ഫ്യൂച്ചറുകൾ 2% ഉയർന്ന ഔൺസിന് $4,670 സമീപത്തെത്തി. ആഴ്ചയിൽ 5%, ഓഗസ്റ്റിൽ 13% വർധന രേഖപ്പെടുത്തിയതോടെ 1999 ശേഷമുള്ള ഏറ്റവും മികച്ച പ്രതിമാസ പ്രകടനം തന്നെയാണ് സ്വർണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. 10 മുതൽ 30 വർഷം വരെയുള്ള കാലാവധിയുള്ള സർക്കാർ കടപ്പത്രങ്ങളുടെ തിരിച്ചെടുക്കൽ വർദ്ധിപ്പിക്കുമെന്ന അമേരിക്കയുടെ ട്രഷറി വകുപ്പിന്റെ തീരുമാനം തന്നെയാണ് വിപണിയിൽ കൂടുതൽ ചലനമുണ്ടാക്കിയത്. അമേരിക്കൻ സർക്കാർ കടം ആദ്യമായി $40 ട്രില്യൺ കടന്ന സാഹചര്യത്തിൽ ഈ ഒരു തീരുമാനം കൈക്കൊണ്ടു. സർക്കാർ കറൻസികളുടെ വാങ്ങൽ ശേഷി കുറയുമെന്ന ആശങ്ക വർദ്ധിക്കുമ്പോൾ മൂല്യം നിലനിർത്തുന്ന സ്വർണം പോലുള്ള ആസ്തികളിലേക്ക് നിക്ഷേപകർ മാറുന്നതാണ് ഈ കുതിപ്പിന് പിന്നിലെ പ്രധാന കാരണം. വിപണിയിൽ ഇത് ഡീബേസ്മെന്റ് ട്രേഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സ്വർണത്തോടൊപ്പം തന്നെ ബിറ്റ്കോയിനും കുതിച്ചുയർന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ആഴ്ച മാത്രം ബിറ്റ്കോയിൻ 23% നേട്ടമുണ്ടാക്കിയെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇപ്പോഴത്തെ കുതിപ്പിനിടയിലും സ്വർണം ഈ വർഷം ആദ്യം രേഖപ്പെടുത്തിയ ഏകദേശം $5,600 റെക്കോർഡ് നിലവാരത്തിന് താഴെയാണ് ഇപ്പോഴുള്ളത്. ചുരുക്കത്തിൽ ഡോളർ ദുർബലമാകുമ്പോൾ സ്വർണം ശക്തമാകുന്നു. ഓഗസ്റ്റ് അവസാനിക്കുന്നതിന് മുന്നേ പുതിയൊരു റെക്കോർഡ് തിരുത്തുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. സ്വർണ്ണ വിപണിയും ഇത് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.